UAE സുരക്ഷ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. സുരക്ഷയുടെ കാര്യത്തിൽ ലോകത്തിന് മുന്നിൽ തന്നെ UAE ഒന്നാമത് നിൽക്കുന്നതിന് കാരണം ഇവിടുത്തെ നേതാക്കളും പോലീസും തന്നെയാകുന്നു. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ദുബായ് പോലീസ് തന്നെയാണ്. കാര്യനിർവഹണത്തിലെ കൃത്യത കണ്ടുപഠിക്കേണ്ടത് തന്നെയാണ്. എന്നാൽ അതൊക്കെയും കടന്ന് ഡബിൾ കരുത്തോടെ ദുബായ് പോലീസ് എത്തുന്നു. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മുൻപത്തേതിനേക്കാൾ ഡബിൾ കരുത്തോടെയാണ് ദുബായ് പോലീസ് എത്തുന്നത്. പ്രത്യേകിച്ച് വാഹനപ്രേമികൾ ശ്രദ്ധിക്കേണ്ടതാണ്. നിരത്തുകളിലെ വേഗത്തിന്റെയും കരുത്തിന്റെയും പര്യായമായ സൂപ്പർ കാറുകൾ നിങ്ങളുടെ മനസ്സിലെന്നും ആവേശം നിറയ്ക്കും. ഇത്തരം വാഹനങ്ങൾ ദുബായ് നഗരത്തിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് നിത്യകാഴ്ചയായി മാറാറുണ്ട്. എന്നാൽ അത് ഓടിക്കുന്നത് യൂണിഫോം ഇട്ട പോലീസ് ആണെങ്കിലോ? അതെ, അവർ എത്തുകയാണ്. അത്യാഡംബര വാഹനങ്ങളുടെ വലിയ ശേഖരണമാണ് ഇന്ന് ദുബായ് പോലീസ് നിരയിൽ തലയെടുപ്പോടെ നിങ്ങൾക്കായി നിൽക്കുന്നത്. മെയ് മാസം 2021 മോഡൽ ജെൻസിസ് GV80 ആഡംബര വാഹന നിരയിൽ എത്തിയ ശേഷം ഇപ്പോൾ 2022 ടൊയോട്ട ലാൻഡ് ക്രൂയിസറും പോലീസ് നിരയിൽ അധികൃതർ നൽകിയിരിക്കുകയാണ്. ജൂൺ 10-നാണ് ടൊയോട്ട ലാൻഡ് ക്രൂയിസർ ആഗോള വിപണിയിൽ എത്തുന്നത്. എന്നാൽ അധികം വൈകാതെ തന്നെ നിരവധി 2022 ടൊയോട്ട ലാൻഡ് ക്രൂയിസറുകളാണ് ദുബായ് പോലീസ് ശേഖരത്തിൽ എത്തിയിരിക്കുന്നത്. 2 ആഴ്ചയുടെ ഇടവേളയിൽ അബുദാബി പോലീസും ഇതേ വാഹനം സ്വന്തമാക്കിയിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലെ അൽഫുത്തൈം ടൊയോട്ടയാണ് വാഹനം എത്തിച്ചത്. മെയ് മാസം എത്തിയ ജെനിസിസിന് മുമ്പ് മാർച്ചിൽ ടൊയോട്ടയുടെ GR സുപ്ര 2021 മോഡലാണ് പോലീസിൽ എത്തിയിരിക്കുന്നത്. 4.1 സെക്കൻഡ് കൊണ്ട് 100 കിലോമീറ്റർ വേഗം കൈവരിക്കുന്ന വാഹനം പോലീസിന്റെ കുതിപ്പിന് കരുത്തു പകരുകയും ചെയ്യും. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ സൂപ്പർ കാർ നിര തന്നെ ദുബായ് പോലീസിന്റെ കയ്യിലുണ്ട്. ആസ്റ്റൺ മാർട്ടിൻ 177, ബുഗാട്ടി വെയ്റോൺ, ഫെറാറി FF, ലംബോർഗിനി അവന്റോർ, ഇങ്ങനെ പോകുന്നു നിരയിലെ ആഡംബര സൂപ്പർ കാറുകൾ. അതോടൊപ്പം തന്നെ 2013-ലാണ് ദുബായ് പോലീസ് ആസ്റ്റൺ മാർട്ടിൻ 177 സേനയിൽ ചേർക്കുന്നത്. 77 യൂണിറ്റ് ആസ്റ്റൺ മാർട്ടിൻ 177 മാത്രമേ നിർമ്മിച്ചിരുന്നുള്ളൂ. അതിലൊന്നാണ് ദുബായ് പോലീസ് ശ്രേണിയിൽ എത്തിയിരിക്കുന്നത്. 0-ൽ നിന്ന് 100 കിലോമീറ്റർ വേഗത്തിലെത്താൻ 3.7 സെക്കൻഡ് മാത്രം ഇതിന് മതിയാകും. ഇതേ വർഷം തന്നെയാണ് ഫെറാറി 4 സീറ്റർ 4 വീൽ ഡ്രൈവ് ഗ്രാൻഡ് ടൂറർ FF, ലംബോർഗിനി അവന്റോർ, ബ്രിട്ടീഷ് സ്പോർട്സ് കാർ നിർമ്മാതാക്കളായ മക്ലാറന്റെ MP412C, മെഴ്സിഡീസ് ഫ്രണ്ട് എഞ്ചിൻ 2 സീറ്റർ സ്പോർട്സ് കാർ, ബെന്റ്ലിയുടെ കോണ്ടിനെന്റൽ GT എന്നിവയും ദുബായ് പോലീസ് വാങ്ങാൻ ഒരുങ്ങിയത്. അവന്റോറിന് 100 കിലോമീറ്റർ വേഗത കൈവരിക്കാൻ 2.9 സെക്കൻഡ് മാത്രം മതി. 3.1 സെക്കൻഡിനുള്ളിൽ 0-ൽ നിന്ന് 100 കിലോമീറ്റർ വേഗത കൈവരിക്കാൻ കഴിയും മക്ലാരൻ MP-ക്ക്. മെഴ്സിഡീസിന് 3.7 സെക്കൻഡിനുള്ളിൽ 100 കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാൻ സാധിക്കും. കോണ്ടിനെന്റൽ GT-ക്ക് 4.3 സെക്കൻഡിനുള്ളിൽ 100 കിലോമീറ്റർ വേഗത കൈവരിക്കാനാകും. ബുഗാറ്റി വെയ്റോൺ 2014-ലാണ് സേനയുടെ സൂപ്പർ കാർ ശ്രേണിയിൽ എത്തുന്നത്. ഒരു കാലത്ത് ലോകത്തെ ഏറ്റവും വേഗതയേറിയ പോലീസ് കാർ എന്ന ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് ഉടമയായിരുന്നു ബുഗാറ്റി. 100 കിലോമീറ്റർ വേഗത്തിലെത്താൻ വെറും 2.6 സെക്കൻഡ് മതി. 2015-ലാണ് പോർഷെ 918 സ്പൈഡർ സേനയിൽ ചേർന്നത്. 100 കിലോമീറ്റർ വേഗതയിൽ കൈവരിക്കാൻ 2.8 സെക്കൻഡ് മതി. 2016-ലാണ് പുതിയ Audi R8 പോലീസിലെത്തിയത്. കൂടാതെ ഈ അടുത്ത് മെഴ്സിഡീസിന്റെ MMG GT 63S പോലീസ് നിരയിലെത്തി. ഹമ്മർ H3, പോർഷെ പാനമേറ ടർബോ S, പഗാനി ഫുയറ, റോൾസ് റോയ്സ് റൈറ്റ്, BMW M6, ഗ്രാൻഡ് കൂപ്പെ, ഷെവർലെ കാമറോ SS, ജാഗ്വാർ F-Type തുടങ്ങി നിരവധി മോഡലുകളുമുണ്ട്. അധികം വൈകാതെ ടെസ്ല പുതുതായി ഇറക്കുന്ന സൈബർ ട്രക്ക് ഇലക്ട്രിക് വാഹനവും ശ്രേണിയിലെത്തുമെന്നാണ് വിവരം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.